നമസ്കാരം. പഠിച്ച പണി 18 നോക്കിയിട്ടും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് മുട്ടുമടക്കേണ്ടി വരികയായിരുന്നു. ഡ്രോണുകളും മിസൈലുകളും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഇന്ത്യക്കെതിരെ തൊടുത്തുവിട്ടിട്ടും ഒന്നുപോലും ലക്ഷ്യം കാണാതെ വന്നതോടെ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത്. എല്ലാ അർത്ഥത്തിലും മുട്ടുമടക്കിയതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യയെ സമീപിച്ചത്. ഇന്ത്യൻ നഗരങ്ങളെ ലാക്കാക്കിയുള്ള പരാജിത ശ്രമത്തിന്റെ സ്മാരകങ്ങളായി പഞ്ചാബിലെ നിരവധി ഗ്രാമങ്ങളിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ സേന തകർത്തവയാണ് ഇവയെല്ലാം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരരെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകിയത് കനത്ത തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളും നഗരങ്ങളുമെല്ലാം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ S-400 ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഫലപ്രദമായി ചെറുക്കുകയും ചെയ്തു. ഇതിനിടയിൽ പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം പഞ്ചാബിൽ നിന്ന് പുറത്തുവരികയാണ്. വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ വ്യോമസേനയുടെ JF-17 ഇന്ത്യൻ ജെറ്റുകൾക്ക് നേരെ ചൈനീസ് PL-15 മിസൈൽ തൊടുത്തിരുന്നു. പക്ഷേ പഞ്ചാബിലെ ഹോഷിയാർപൂരിനടുത്തുള്ള ഒരു വയലിൽ വീണ ചൈനീസ് മിസൈൽ പൊട്ടിത്തെറിച്ചില്ലെന്ന് മാത്രമല്ല, ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കിയതുമില്ല. മെയ് 8-9 തീയതികളിലെ രാത്രിയിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഡ്രോണുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. മെയ് 7 ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ലാഹോറിൽ പാകിസ്ഥാന് ചൈന നൽകിയ HQ-9B വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ചൈനയുടെ തന്നെ PL-15 ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ പഞ്ചാബിൽ ചീറ്റിപ്പോയത്. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ 2 ചൈനീസ് ആയുധങ്ങൾ പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ ഹോഷിയാർപൂരിലെ കാമാഹി ദേവി ഗ്രാമത്തിലെ വയലിൽ ഒരു പൊട്ടിത്തെറിക്കാത്ത മിസൈലും കണ്ടെത്തി. ചൈന നിർമ്മിതമായ ദീർഘദൂര PL-15 മിസൈലാണ് കണ്ടെത്തിയത്. വിവരമറിഞ്ഞയുടൻ പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി. വ്യോമസേന സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം അവശിഷ്ടങ്ങൾ ശേഖരിച്ചു. അതേസമയം ഭട്ടിൻഡയിലെ ബീഡ് തലാബിലും മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ എല്ലാവരും വീട്ടിനുള്ളിൽ ഇരിക്കണമെന്ന് ഗുരുദ്വാരയിൽ നിന്നും അറിയിപ്പും വന്നു. വ്യാഴാഴ്ച അമൃത്സറിൽ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്ത മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു വരികയാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഹോഷിയാർപൂരിൽ കണ്ടെത്തിയ മിസൈൽ ഏതിനത്തിൽപ്പെട്ടതെന്ന് വ്യക്തമായിട്ടില്ല. മെയ് 7 ശേഷം ഹോഷിയാർപൂരിൽ കണ്ടെത്തുന്ന 2ാമത്തെ മിസൈലാണിത്. ബുധനാഴ്ച രാത്രി ഖഗ്വാൾ ഗ്രാമത്തിലെ ഒരു വീടിന്റെ പിൻഭാഗത്ത് സമാനമായ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ചൈന നിർമ്മിത PL-15 മിസൈലായിരുന്നു അത്. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സായുധ സേന മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉചിതമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം ആവർത്തിച്ചും വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ ആക്രമണങ്ങളിലൂടെയും സാങ്കേതിക മികവിലൂടെയും ഇന്ത്യ പാകിസ്ഥാന് മേൽ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ മറുഭാഗത്ത് ചൈനീസ് ഹാർഡ്വെയറുകൾ കൈവശമുണ്ടെന്ന ധൈര്യത്തിലാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും ഒപ്പം റഷ്യൻ ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങളും ഇന്ത്യക്ക് കരുത്തായി മാറിയിരുന്നു. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും സാധാരണക്കാരെ ലക്ഷ്യമിടാതെ ഭീകര ക്യാമ്പുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതിലൂടെ ഓപ്പറേഷൻ സിന്ദൂർ ആഗോളതലത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യത പ്രദർശിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്നാണ് വിലയിരുത്തൽ.